ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഡേ ഒന്നുമില്ല. ഞാൻ രാവിലെ എണ്ണീറ്റിട്ട് അത് തൊട്ട് ഒരു 3 മണി വരെയുള്ളൊരു സമയം, എൻ്റെ ഒരു ആക്റ്റീവ് ടൈം അത്രേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ. ഞാൻ രാവിലെ എണ്ണീക്കുന്നത് തന്നെ ഏട്ടൻ്റെ ദൈവമേ ചായ എന്നുള്ളൊരു വിളിയോട് കൂടിയാണ്. ഇതാ പീലി ഇപ്പോഴും ഉണർന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തൊക്കെ ഒന്ന് കറങ്ങും. നല്ല പട്ടിയുടെ ശല്യമുണ്ട്. രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഇത്രയും പൊക്കി മതിൽ കെട്ടിയിട്ടും പട്ടിശല്യത്തിന് ഒരു കുറവുമില്ല. ഇനി ഞങ്ങളുടെ പച്ചക്കറി തോട്ടം ഒന്ന് കണ്ടാലോ. ഈ പച്ചക്കറി തോട്ടത്തിന്റെ പിന്നിലെ വലിയ കൈകൾ എൻ്റെ ഏട്ടൻ്റെയാണ് കേട്ടോ. ഒരു 1.5 കൊല്ലമായി ഞങ്ങൾ ഈ പച്ചക്കറി തോട്ടം തുടങ്ങിയിട്ട്. തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക്, അമരയ്ക്ക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ നാൾ ഞങ്ങൾ പച്ചക്കറി വാങ്ങിച്ചിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. ഉള്ളി, കിഴങ്ങ്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. ഞങ്ങൾക്കുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഇപ്പം പക്ഷെ തക്കാളി ഒന്നും ഇല്ല കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം ചെയ്യാൻ തുടങ്ങി. തക്കാളിയും വെണ്ടയ്ക്കയും എല്ലാം ഒരുപാട് പോയി. വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ പാത്രത്തിന്റെ 7 അയലത്ത് പോലും കണ്ടാൽ ബഹളം വെക്കുന്ന എൻ്റെ ഏട്ടൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ സ്വന്തം കിച്ചൺ ഗാർഡനിൽ നിന്ന് കിട്ടിയ പച്ചക്കറികളാണ്. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം മഴയായപ്പോഴത്തേക്ക് ചീത്തയായിപ്പോയി. പുറത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് കിട്ടിയ പച്ചക്കറിയുമായിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് വരും. ഫുള്ള് ഒരു ഓട്ടമാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, പീലി അങ്കൻവാടി കൊണ്ടുപോകണം. അതാ അപ്പോഴേക്കും പീലി എണ്ണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് എന്തായാലും ചിരിച്ചോണ്ടാ വന്നത്. സാധാരണ അവൾ ഫുള്ള് കരച്ചിലായിട്ടാ വരുന്നത്. പിന്നെ ഞാനങ്ങ് അടുക്കളയിൽ കയറും. കുറച്ച് നേരം അവളുടെ കൂടെ കളിക്കും. എന്നിട്ടാണ് അടുക്കളയിലോട്ട് കയറുന്നത്. രാവിലത്തേക്കുള്ള അപ്പവും മുട്ടക്കറിയൊക്കെ ഇതാ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കും. പീലിക്ക് ഇനി അപ്പത്തിന് എന്ത് കറി ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയത് വേണം. അത് അവൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം. ഞങ്ങൾ മീൻ വാങ്ങിച്ചു. നല്ല ചെങ്കലവ മീനാണ് കിട്ടിയത്. ഞാൻ സാധാരണ മീൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇന്ന് വാങ്ങിക്കുന്ന മീൻ പിറ്റേന്നത്തേക്കാണ് കേട്ടോ എടുക്കുന്നത്. രാവിലെ എണ്ണീച്ച ഉടൻ കട്ടൻ ചായ ആയിരുന്നു പതിവ്. വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അത് ഗ്രീൻ ടീയും ചിയാസീഡിട്ട വെള്ളമൊക്കെ ആയിട്ട് മാറി. ഇന്നലെ എനിക്ക് നല്ല ചൂട മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് അതാണ് കറി വെക്കുന്നത്. ഒരു മാങ്ങ ഇട്ട് കറി വെക്കാം, പിന്നെ കുറച്ച് വറക്കാം, ഒരു പുളിശ്ശേരിയും വെക്കാം. ഒരു സിമ്പിൾ ലഞ്ച്. ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് വേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വേറെ ഒന്നും അല്ല, ഓൾറെഡി നിങ്ങൾ അതൊക്കെ കണ്ടു കാണും. ഞങ്ങളൊരു സിനിമയ്ക്ക് പോയ കഥയാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ എവിടെ പോയാലും അവളെയും കൊണ്ടാ പോകാറ്. അവളെ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് പോയിട്ടേ ഇല്ല. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അവളെ അങ്കൻവാടിയിലാക്കിയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്രാവശ്യം പോകുന്നത്. അപ്പൊ അങ്ങനെ സിനിമ കാണുന്നതിനോട് വലിയ താല്പര്യമില്ല. അതും അവൾക്ക് ഇഷ്ടമുള്ള സിനിമയാണെങ്കിൽ മാത്രം അവൾ ചിലപ്പോൾ കാണും. 1-2 സിനിമയ്ക്ക് അവളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവൾ നല്ല രീതിയിൽ ഇരുന്ന് കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്താണോ എന്തോ. ഇനി ഒരു അംഗമാണ് അവക്കടെ കൂടെ പല്ല് തേപ്പും അവക്കടെ കുളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങ് കുറേ സമയം അങ്ങനെ അങ്ങ് പോവുകയാണ്. അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പല്ല് തേക്കുന്നതും തലയിൽ വെള്ളം ഒഴിക്കുന്നതും ആഹാരം കഴിക്കുന്നതും. പ്രത്യേകിച്ചും രാവിലെ. അവൾക്ക് ചോറാണെങ്കിൽ വലിയ വിഷയമല്ല കേട്ടോ. അവൾ നല്ല രീതിയിൽ കഴിച്ചോളും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്കൻവാടിയിലോട്ട് പോകാനുള്ള ഒരുക്കത്തില്ല. അങ്കൻവാടി പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒറ്റയ്ക്ക് ആയോണ്ടായിരിക്കണം. വീട്ടിൽ ഇരുന്ന് കളിക്കുന്നതിനേക്കാൾ അവൾക്ക് ഇഷ്ടം അങ്കൻവാടി പോയി കൂട്ടുകാരുടെ കൂടെയും ടീച്ചറിന്റെ കൂടെയൊക്കെ കളിക്കുന്നതാണ്. അതൊരു ഭാഗ്യം. ഞാൻ അവളെ തകൃതിയായിട്ട് ഒരുക്കുമ്പോഴും അവക്കടെ കണ്ട് ടി വിയിലോട്ടാണ്. അവിടെ ഡോറാബൂജി നടന്നുകൊണ്ടിരിക്കുക. ഒരുക്കി തീർക്കുമ്പോൾ അവൾ എനിക്കൊരു ഉമ്മ തരും. അത് സ്ഥിരമാണ്. പിന്നെ ഞങ്ങൾ നേരെ അങ്കൻവാടിയിലോട്ടാണ് പോയത്. അവളെ അങ്കൻവാടി കൊണ്ടുവന്ന് വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ആഹാരം കഴിക്കാനും ഒരുങ്ങാനും ഒക്കെ. മോളായതിനു ശേഷം സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ അവൾ കാണും. ഇതിപ്പോൾ അങ്കൻവാടി ആയതുകൊണ്ടാട്ടോ അവൾ നിൽക്കുന്നത്. അല്ലാതെ വേറെ എവിടെ കൊണ്ട് നിർത്തിയാലും അവൾ നിൽക്കത്തില്ല. ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി നിൽക്കും അവൾ. അങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ സിനിമയ്ക്ക് പോകാൻ ജി മാക്സിൽ 11:30ക്കാണ് ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ കഥകൾ പൊട്ടിക്കഴിഞ്ഞ് ഞാൻ ഒരു 10,000 വട്ടം വന്ന് തുറന്നു നോക്കും. പൂട്ട് വീണോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും ഞാൻ. മിക്കുള്ളവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കടവൂർ കുരിപ്പുഴയാണ് കേട്ടോ താമസിക്കുന്നത്. അതുകൊണ്ട് ഇതാ ബൈപ്പാസ് ഒക്കെ കടന്ന് ഞങ്ങളിതാ കടവൂർ അമ്പലത്തിനടുത്തെത്തി. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. പിന്നെ നേരെ ഇതാ കടവൂർ ചർച്ചാണ്. പിന്നെ ഞങ്ങളുടെ സ്വന്തം തേവള്ളി പാലം. ഇതൊക്കെ കടന്ന് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കൊല്ലം വരെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കൊല്ലത്ത് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴ പെയ്തു തുടങ്ങി. പിന്നെ ഞങ്ങൾ ബിഷപ്പിൽ ഇതാ ജി മാക്സിലാണ് കേട്ടോ സിനിമ കാണാൻ വന്നത്. വന്ന സമയം എന്തായാലും കൊള്ളാം, പാർക്കിങ്ങും കിട്ടി. എനിക്ക് പപ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കെട്ടിൽ എനിക്ക് മേടിച്ചുകൊണ്ടുവന്നത് പോപ്കോൺ. പിണങ്ങി എന്തായാലും ഞാൻ ആ പോപ്കോൺ മൊത്തം കഴിച്ചു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. രാവിലെ ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് പോയതുകൊണ്ട് വന്ന് കിടന്നൊന്നും ചെയ്യേണ്ട ഗതി വന്നില്ല. നേരെ എടുത്ത് തിന്നാൽ മതി. ഈ സമയത്താണ് നമുക്ക് നമ്മുടെ അമ്മമാരുടെ വില മനസ്സിലാവുന്നത്. അവരുണ്ടായാലും നമുക്ക് എല്ലാം ഉണ്ടാക്കി വെച്ച് തരത്തില്ല. നമുക്ക് ഇതൊക്കെ വല്ലതും ചെയ്യേണ്ട കാര്യമുണ്ടോ? വരിക, തിന്നുക, പോവുക. അങ്ങനെ ഞങ്ങളിതാ പുളിശ്ശേരി, മീൻകറി, മീൻ വറുത്തതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഞാൻ ഈ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഫോണിനകത്ത് എന്തെങ്കിലും കണ്ടോണ്ടായിട്ടാണ് കഴിക്കുന്നത്. ആ ഒരു സമയത്ത് മാത്രമേ കാണാൻ സമയം കിട്ടത്തുള്ളൂ. 3 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവളെ വിളിക്കാൻ പോകും. സമയം കുറച്ചൊന്ന് വൈകി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി മുഖവും വീർപ്പിച്ച് അങ്കൻവാടിയുടെ വാതിക്കല് ബാഗും തൂക്കിയൊരു നിപ്പുണ്ട്. അത് കാണാൻ ഒരു പ്രത്യേക രസം കേട്ടോ. വീട്ടിൽ വന്ന് അവളെ ഒന്ന് കുളിപ്പിച്ച് ആഹാരമൊക്കെ എടുത്ത് പിന്നെ ഒരു ഉറക്കം. ഇതാണ് പതിവ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.